ഇലക്ട്രിക് ഷോക്ക് എന്താ? നമ്മുടെ ശരീരത്തിലൂടെ കറണ്ട് ഫ്ലോ അഥവാ വൈദ്യുതി പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന ഫിസിയോളജിക്കൽ റെസ്പോൺസ്, അതായത് ആ സമയത്തുള്ള ശരീരത്തിൻ്റെ പ്രതികരണം. അത് ചിലപ്പോൾ ഒരു വൈബ്രേഷൻ ആവാം, കഠിനമായ വേദനയാവാം, ശ്വാസമുട്ടലാവാം. ഈ ഒരു പ്രതികരണത്തെയാണ് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പീസ് ഓഫ് വയർ എടുത്തിട്ട് അതിൽ തൊട്ടാൽ ഷോക്ക് അടിക്കുമോ? ഇല്ലല്ലോ. പക്ഷെ അതൊരു ഫേസ് വയർ ആണെങ്കിലോ തീർച്ചയായിട്ടും ഷോക്ക് അടിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു പീസ് ഓഫ് വയറിൽ നിന്ന് ഷോക്ക് അടിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? കുറച്ച് പേരുടെയെങ്കിലും മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ കറണ്ട് ഒന്നുമില്ലല്ലോ, പിന്നെ അങ്ങനെ ഷോക്ക് അടിക്കാനാ, അല്ലേ? പക്ഷേ ഉത്തരം തെറ്റാണ്. കാരണം നമുക്കറിയാം, ഒരു സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ ഫേസിലൂടെ പോകുന്ന അതേ കറണ്ട് തന്നെയാണ് ന്യൂട്രലിലൂടെ പോകുന്നത്, അല്ലേ? പക്ഷേ ന്യൂട്രൽ തൊട്ടാൽ ഷോക്ക് അടിക്കുമോ? ഇല്ലല്ലോ. പക്ഷേ ന്യൂട്രലിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ട് താനും. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു കണ്ടക്ടർ അഥവാ ചാലകത്തിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടെന്ന് കരുതി അതിൽ തൊട്ടാൽ ഷോക്ക് ഏൽക്കണമെന്നില്ല. പക്ഷേ ആ കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഷോക്ക് ഏൽക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ഒരു കറണ്ട് ഫ്ലോ നടക്കണമെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, നമ്മൾ ടച്ച് ചെയ്യുന്ന പോയിന്റോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന പോയിന്റോ അവിടെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. എന്താ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇലക്ട്രോണുകൾക്ക് എത്രത്തോളം ഊർജ്ജം അഥവാ എനർജി ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ചുരുക്കി നമ്മൾ പൊട്ടൻഷ്യൽ എന്നും പറയും. അപ്പോൾ സീറോ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലോ, അവിടെയുള്ള ഇലക്ട്രോണുകളുടെ എനർജി അഥവാ ഊർജ്ജം 0 ആയിരിക്കും. അതായത് ഇലക്ട്രോണുകൾക്ക് എനർജി അഥവാ ഊർജ്ജം ഇല്ലെന്ന് സാരം, അല്ലേ? അപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 240 വോൾട്ട് എന്ന് പറഞ്ഞാലോ, ഒരു കുളംബ് ഓഫ് ചാർജ്, അതായത് 6.24 × 10⁻18 ഇലക്ട്രോൺസ്, അതിലടങ്ങിയിട്ടുള്ള ഊർജം എന്ന് പറയുന്നത് 240 ജൂൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഇവിടെ ഇലക്ട്രോണുകൾക്ക് ഊർജമുണ്ട്. നമുക്കറിയാം, ഡാമിൽ വെള്ളം കെട്ടി നിർത്തുന്നുണ്ട്, അല്ലേ? ആ വെള്ളത്തിനും ഒരു പൊട്ടൻഷ്യൽ എനർജി ഇല്ലേ? പക്ഷെ ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആട്ടോ, അതായത് ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന സ്ഥിതികോർജം. അതാണ് വെള്ളത്തിനുള്ളത്, അല്ലാതെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. അപ്പം തെറ്റിദ്ധരിക്കല്ലേ? ഓക്കെ. അപ്പം ഈ വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിട്ടും ഒഴുകാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ വേറെ 1-2 കാര്യം ഇതോടൊപ്പം സംഭവിച്ചാൽ അവൻ താണ്ഡവമാടും, അല്ലേ? എന്ന് പറയുന്ന പോലെ ഒരു പോയിന്റിൽ ഇലക്ട്രോണുകളുടെ ഊർജ്ജം അഥവാ എനർജി കൂടുതലായതുകൊണ്ട്, അതായത് ഹൈ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് മാത്രം അവിടെ ഇലക്ട്രോണുകൾ ചലിക്കില്ല. പിന്നെയോ, അടുത്ത പോയിന്റിൽ ഇലക്ട്രോണുകളുടെ എനർജി അഥവാ ഊർജ്ജം കുറവായിരിക്കണം. അതായത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലോ പൊട്ടൻഷ്യൽ ആയിരിക്കണം. അപ്പം 2 പോയിന്റുകൾക്കും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണമെന്ന് സാരം. ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ നോക്കിയേ, സപ്പോസ് ഫേസിൻ്റെ പൊട്ടൻഷ്യൽ 240, ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് എന്ന് പറയുന്നത് 240 വോൾട്ട് ആയിരിക്കും, അല്ലേ? 240 - 0 = 240 വോൾട്ട് ആണല്ലോ. ഇനി ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ 0യ്ക്ക് പകരം 20 വോൾട്ട് ആണെങ്കിലോ, വോൾട്ടേജ് എന്ന് പറയുന്നത് 240 - 20 = 220 വോൾട്ട്, അല്ലേ? അപ്പം ഈ 2 കേസിലും ഇവിടെ കറണ്ട് ഫ്ലോ നടക്കും, കാരണം ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അല്ലേ? അപ്പം അതല്ല, ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 240 വോൾട്ട് തന്നെ ഉണ്ടെങ്കിലോ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? 240 - 240 = 0, അല്ലേ? അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ നടക്കുമോ? ഇല്ല, കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ഈ ന്യൂട്രൽ കട്ടായി പോയാൽ ലൈറ്റും ഫാനും ഒന്നും വർക്ക് ആവാത്തത്. കാരണം ന്യൂട്രൽ കട്ടാകുമ്പോൾ ഫേസിൻ്റെ അതേ പൊട്ടൻഷ്യൽ തന്നെ ന്യൂട്രൽ വയറിലും വരും. ക്ലിയർ അല്ലേ? അതേപോലെ ഈ ലൈനുകളിലിരിക്കുന്ന പക്ഷികൾക്ക് ഷോക്ക് ഏൽക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്താ കാര്യം? ഒന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, അവയുടെ കാലുകൾ ഒരു ലൈനിൽ തന്നെ അടുത്തടുത്തായിരിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും അവയുടെ കാലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നിയർ ടു 0 ആയിരിക്കും. അതേപോലെ തന്നെ 2, ഇവയുടെ കാലിനടിഭാഗം നല്ല റഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. അപ്പം ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വന്നാൽ തന്നെയും ഈ ഒരു റെസിസ്റ്റൻസ് കാരണം പക്ഷികളുടെ ശരീരത്തിലൂടെ കറണ്ട് കയറി ഇറങ്ങണമെന്നില്ല. പക്ഷേ ആ പക്ഷിയുടെ ഏതെങ്കിലും ഒരു ഭാഗം മറ്റൊരു ലൈനിലോട്ട് മുട്ടിയാലോ, തീർച്ചയായും അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുകയും പക്ഷികൾക്ക് ഷോക്ക് ഏൽക്കുകയും ചെയ്യും, അല്ലേ? അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ നടക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാം, അല്ലേ? അതേപോലെ തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലും ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് നോക്കിയേ,
ഇവിടെ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? പക്ഷേ കറണ്ട് ഫ്ലോ നടക്കുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ എയർ ഇതിനിടയിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ആണല്ലോ. പക്ഷേ എയറിന്റെ ആ ഹൈ റെസിസ്റ്റൻസ് മറികടക്കാനുള്ള എനർജി അഥവാ ഊർജം ഇലക്ട്രോണുകൾക്കുണ്ടെങ്കിലോ എയർ ഒരു കോണ്ടക്റ്റീവ് പാത്ത്, അതായത് ചാലകപാതയായി മാറുകയും ഈ ഒരു സർക്കിളിലൂടെ കറണ്ട് ഫ്ലോ നടക്കുകയും ചെയ്യും ആണല്ലോ. പക്ഷേ അണ്ടർ നോർമൽ കണ്ടീഷൻ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഈ ഒരു സിംഗിൾ ഫേസ് സർക്യൂട്ട് നോക്കിക്കേ, ഇതിനിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലോ അല്ലേ? അതേപോലെ തന്നെ ഇതൊരു ക്ലോസ്ഡ് പാത്തും ആണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലൂടെ തീർച്ചയായിട്ടും കറണ്ട് ഫ്ലോ നടക്കണം ആണല്ലോ. ഇനി ഈ രണ്ട് ലൈനിന് അക്രോസ് ഒരു ലാമ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലോ ആ ലാമ്പ് വർക്ക് ചെയ്യുമോ? ഡൗട്ട് ഉണ്ടോ? തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. കാരണം ഈ രണ്ട് ലൈനുകൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലോ. അതിനെയാണല്ലോ നമ്മൾ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. എത്ര? 415 വോൾട്ട് അല്ലേ? അതേപോലെ തന്നെ ഇത് നോക്കിക്കേ, ഇതൊരു ക്ലോസ്ഡ് പാത്തും ആണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ നടക്കണം, നമ്മുടെ ആ ലാമ്പ് വർക്ക് ചെയ്യണം അല്ലേ? പക്ഷേ ഇവിടെ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ലാമ്പിൻ്റെ മിനിമം ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 415 വോൾട്ട് ആയിരിക്കണം. അല്ലാതെ നമ്മുടെ സാധാരണ 240 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ലാമ്പ് എടുത്ത് കണക്ട് ചെയ്താലോ തീർച്ചയായിട്ടും അത് അടിച്ചു പോകും. കാരണം ആ 415 വോൾട്ടിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ലാമ്പിനില്ല അല്ലേ? അതായത് 240 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ലാമ്പിനില്ല. അതായത് ഒരു സൈക്കിളുകാരൻ നമ്മളെ വന്ന് തട്ടുന്നതും ഒരു ടിപ്പർ ലോറി നമ്മളെ വന്ന് തട്ടുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ അല്ലേ? ആ ഒരു വ്യത്യാസം മനസ്സിലായോ? അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് ഫ്ലോ നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ആ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്തുമായിരിക്കണം? ക്ലോസ്ഡ് പാത്തുമായിരിക്കണം. മനസ്സിലായോ? ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യങ്ങളിലോട്ട് വരാം. എന്തായിരിക്കും ആ ഒരു പീസ് ഓഫ് വയർ എടുത്തിട്ട് അതിൽ തൊട്ടാൽ ഷോക്ക് അടിക്കാത്തതിൻ്റെ കാരണം? സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പീസ് ഓഫ് വയറിലുള്ള ഇലക്ട്രോണുകൾക്ക് എനർജി അഥവാ ഊർജ്ജമില്ല. അതായത് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യലോ 0 അല്ലേ? അപ്പം അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടോ? അതുമില്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ നടക്കുമോ? ഇല്ല. ഇനി നമ്മളൊരു ഫേസ് വയറിലാണ് തൊടുന്നതെങ്കിലോ? ഫേസ് വയറിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലേ? എത്ര? ഇവിടെ നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് 240 വോൾട്ട് ആണല്ലോ. നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യലോ 0. അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലോ. എത്ര? 240 - 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 240 വോൾട്ട് അല്ലേ? അതേപോലെ ഇവിടെ ഒരു ക്ലോസ്ഡ് പാത്തും ഉണ്ട്. എങ്ങനെ? ത്രൂ ഗ്രൗണ്ട്. അപ്പം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസും ഉണ്ട്, അതേപോലെ ഒരു ക്ലോസ്ഡ് പാത്തും ആണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയും നമുക്ക് ഷോക്ക് ഏൽക്കുകയും ചെയ്യും അല്ലേ? അപ്പം ഇവിടെ ന്യൂട്രൽ എർത്ത് ചെയ്തത് കൊണ്ടാണ് ക്ലോസ്ഡ് പാത്ത് കിട്ടുന്നത് അല്ലേ? ഇനി ന്യൂട്രൽ എർത്ത് ചെയ്തിട്ടില്ലെങ്കിലോ ഇവിടെ നമ്മുടെ ശരീരത്തിലൂടെ ഒരു കറണ്ട് ഫ്ലോ നടക്കില്ല. കാരണം എന്താ? ഇവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ഇല്ല അല്ലേ? അപ്പം ഈ ഒരു കേസിൽ നമുക്ക് ഷോക്ക് ഏൽക്കണമെങ്കിൽ അടുത്ത ഒരു ലൈൻ കൂടി എർത്തുമായി കണക്റ്റ് ആവണം. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അതായത് ന്യൂട്രൽ എർത്ത് അല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു ഫേസിൽ തൊട്ടാൽ ഷോക്ക് ഏൽക്കണമെന്നില്ല എന്ന് സാരം. ക്ലിയർ? ഇനി നമുക്ക് ന്യൂട്രൽ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാലോ? നമുക്കറിയാം ഐഡിയലി ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ 0 ആണെങ്കിലും പ്രാക്ടിക്കലി നമ്മളൊരു 2 to 3 വോൾട്ടൊക്കെ പറയാറുണ്ട് അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കലും കുട്ടികളെ ബേസ് ചെയ്തുകൊണ്ടല്ല കേട്ടോ. നമുക്കൊരു 20 വയസ്സിന് മുകളിലോട്ടുള്ള വ്യക്തികൾ എന്നുള്ള രീതിയിൽ കണക്കാക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ ഒരു 5 വോൾട്ട് ആണെന്നിരിക്കട്ടെ. എന്നാൽ പോലും നമുക്ക് ഷോക്ക് ഏൽക്കാറുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ? ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഈ ഒരു 5 വോൾട്ടിന് ആനുപാതികമായിട്ടുള്ള എനർജി അഥവാ ഊർജം ഉപയോഗിച്ച് ഇലക്ട്രോണുകൾക്ക് നമ്മുടെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, അതായത് വൈദ്യുത പ്രതിരോധത്തെ മറികടക്കാൻ സാധിക്കില്ല. ഇവിടെ 5 വോൾട്ടിന് പകരം ഒരു 50-60 വോൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും നമുക്ക് ഷോക്ക് ഏൽക്കും. കാരണം 50-60 വോൾട്ടിന് ആനുപാതികമായിട്ടുള്ള എനർജി ഉപയോഗിച്ച് ഇലക്ട്രോണുകൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിനെ മറികടക്കാൻ പറ്റും. അങ്ങനെ മറികടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയും നമുക്ക് ഷോക്ക് ഏൽക്കുകയും ചെയ്യും. ക്ലിയർ? നമുക്ക് ഈ 12 വോൾട്ട് ബാറ്ററി നമുക്ക് ഷോക്ക് ഏൽക്കാറുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ വെൽഡിംഗ് മെഷീൻ എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് ഹൈ കറണ്ടിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ? അവിടെ നമുക്ക് ഷോക്ക് ഏൽക്കാറില്ലല്ലോ. ഇതിൻ്റെയൊക്കെ കാരണം ഒരു മിനിമം വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ വോൾട്ടേജ് ആണോ കറണ്ട് ആണോ അപകടകാരി? നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് കറണ്ടാണ്. എത്രത്തോളം കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ ഫ്ലോ ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്.
ഏകദേശം 1 മില്ലി ആംപിയറോളം കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ കടന്നുപോയാൽ അത് സെൻസിബിൾ ആണ്, അതായത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ അത് ഒരു 5 മില്ലി ആംപിയറിലോട്ടൊക്കെ എത്തുമ്പോൾ അത് പതിയെ പെയിൻഫുൾ ആയിട്ട് മാറും. ക്ലിയർ ആണോ? അറൗണ്ട് ഒരു 15 മില്ലി ആംപിയർ ആണ് ലെറ്റ് ഗോ ലെവൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ലെവലൊക്കെ എത്തുമ്പം പേശികളുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാം, അതേപോലെ പേശികൾ ചുരുങ്ങാനുള്ള സാധ്യത, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ആ ടച്ച് പോയിന്റിൽ നിന്ന് കൈ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വരാം. ക്ലിയർ? ഏകദേശം ഒരു 250 മില്ലി ആംപിയർ ഒക്കെ നമ്മുടെ ശരീരത്തിലൂടെ കടന്നുപോയാൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷന്റെ ആരംഭ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമായി തുടങ്ങും. പക്ഷെ ആ കറണ്ട് ഫ്ലോയുടെ പാത്തിൽ നമ്മുടെ ഹൃദയം കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ 250 മില്ലി ആംപിയറിലോട്ടൊന്നും എത്തണ്ട, ഏകദേശം ഒരു 100 മില്ലി ആംപിയറിലൊക്കെ തന്നെ ഈ ലക്ഷണങ്ങൾ പതിയെ കണ്ടു തുടങ്ങാം. ഈ ഒരു അവസ്ഥയിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവാതെ വരാം, ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം, ഹാർട്ട് ബീറ്റ് കൂടാം, ചെസ്റ്റ് പെയിൻ ഉണ്ടാവാം, ചില സമയങ്ങളിൽ പാരാലിസിസ് വരെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ 1 ആംപിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ ഓർഗൻസ് ബേൺ ആവാനും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനും ഉള്ള സാധ്യതയും ഉണ്ട്. ക്ലിയർ? അപ്പം ഇവിടെ വോൾട്ടേജ് ആണോ കറണ്ട് ആണോ അപകടകാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു ഉദാഹരണം പറയാം. കടലിൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടായെന്ന് വെച്ചോ. അത് ഈ കടൽ തീരത്ത് താമസിക്കുന്നവർ ചിലപ്പോൾ അറിയണമെന്ന് പോലുമില്ല, അല്ലെ? പക്ഷെ ആ ഒരു ഭൂമി കുലുക്കത്തിന്റെ തീവ്രത വളരെ കൂടുതലാണെങ്കിലോ അതുമൂലം ഉണ്ടാകുന്ന സുനാമി ആ കടൽ തീരം മുഴുവൻ നശിപ്പിക്കാം, അല്ലേ? അപ്പം ഇവിടെ ഈ ഭൂമി കുലുക്കം ഉണ്ടായെങ്കിലേ സുനാമി ഉണ്ടാകും. ആ സുനാമിയാണ് കടൽ തീരം മുഴുവൻ നശിപ്പിക്കുന്നത്, അല്ലെ? എന്ന് പറയുന്ന പോലെ ഒരു മിനിമം വോൾട്ടേജ് ഉണ്ടെങ്കിലേ അവിടെ ഒരു കറണ്ട് ഫ്ലോ നടക്കുകയുള്ളൂ. ആ കറണ്ടാണ് നമ്മളെ ബാധിക്കുന്നത്.